നമസ്കാരം. യോഗാധ്യക്ഷൻ ശ്രീ മുരുകൻ സാർ, സ്നേഹതീരം, പ്രിയ ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹതീരം സഹപ്രവർത്തകരെ, മറ്റു അതിഥികളെ, നമ്മളുടെ ഓരോ മാസവും ആദ്യത്തെ ഞായർ നമ്മൾ ഏവരും ഒരുമയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ കൂടാൻ കിട്ടുന്ന ഒരു അവസരം, സ്നേഹസംഗമം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈശ്വര ഗാനം സുപരിചിതയായ സിനു യാദൃശ്ചികമായിട്ടാണ് ഇന്നെത്തിയത്. ഭയങ്കര വലിയ ഈശ്വര പ്രാർത്ഥനയായിരുന്നു. എങ്കിലും ആ ചൈതന്യം നിലനിൽക്കുന്നുണ്ട്. എവിടെയും മുന്നിൽ ഒന്നാം സ്ഥാനം ഈശ്വരനല്ലേ. ഈശ്വരൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെയും സ്ഥാനം. അപ്പൊ ഈശ്വര സന്നിധി എത്രത്തോളം ധന്യമാക്കാം, അതായിരിക്കണം നമ്മളുടെ ഏവരുടെയും ജീവിതം. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലുതല്ല, എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ ഗുരുവിനൊപ്പം എത്താൻ സാധിക്കും. എവിടെയാണ് പഠനം പൂർത്തിയാവുന്നത്? ഒരുപാടുണ്ട് സഞ്ചരിക്കാൻ. തീർച്ചയായിട്ടും നമ്മളുടെ ഈ സ്നേഹസംഗമത്തിലൂടെ നല്ല ചിന്തകൾ പങ്കുവെക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. സെക്രട്ടറി ശ്രീ ബെനഡിക്ട്, സ്നേഹതീരം കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ, ജീവനക്കാരെ, നമുക്കറിയാം ഈ സ്നേഹതീരം തുടങ്ങിയിട്ട് 15 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹതീരത്തിൻ്റെ വളർച്ച വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കാരണം എന്താണ്? നമ്മുടെ പ്രവർത്തന ശൈലി, നമ്മളെല്ലാവരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഏത് പ്രവൃത്തിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മചൈതന്യം ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് നമുക്കറിയാം വൃദ്ധസാധനങ്ങൾ കൂടി വരുന്ന കാലമാണ്. കാരണം കൂട്ടുകുടുംബങ്ങളുടെ പണ്ടുകാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു. ഒരച്ഛൻ, അമ്മ, 5-6 മക്കള് ഇങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഏറ്റവും പരമസുഖമായ കാലമായിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ ഓരോ കാലഘട്ടങ്ങളും കടന്നു. ഇന്നിപ്പോൾ അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്ന സുഖം ഇല്ലാതായി. അച്ഛൻ, അമ്മ, മക്കൾ ഇത്രയുമായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞു. മറ്റൊന്നുമല്ല, അച്ഛൻ, അമ്മ, മുത്തച്ഛൻ എല്ലാവരും കൂടിയുള്ള ഒരു ജീവിത രീതി നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ദൈവാനുഗ്രഹം മാത്രമാണ്. എല്ലാ അഭയങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ സ്നേഹതീരം എന്നൊരു കേന്ദ്രം എനിക്കുണ്ടായി. ആദ്യത്തെ മാനസികാവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. രണ്ടാമത് വീണ്ടും ഒരു അപകടം ഉണ്ടായപ്പോൾ അതിൽ ദൈവം എന്ന് ഞാൻ വിളിക്കുന്നത് സത്യത്തിൽ ബെൻഡിക് സാറിനെയാണ്. സത്യം, 100 സത്യം.
കാരണം മറ്റെല്ലാവരും എനിക്കറിയാം, ഞാൻ അന്ന് ബസ്സിൽ നിന്ന് വീണ സമയത്ത് റോട്ടിൽ നിന്ന 2 വ്യക്തികൾ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടാണ് എനിക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവണ്ട, എന്നെ ഒന്ന് സ്നേഹതീരത്തിൽ എത്തിച്ചാൽ മതി. സ്നേഹതീരത്തിൽ എത്തിച്ച് എന്നെ ഹോസ്പിറ്റലിലാക്കിയപ്പോ ബെൻഡിക് സാർ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല, ചിതയിൽ അണയുന്നത് വരെ. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ദൈവതുല്യമായി തന്നെ എനിക്ക് സംഭവിച്ചതിന്റെ പേരിൽ ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന നന്ദി അതേപോലെ തന്നെ സ്നേഹത്തോടെയും കരുണയോടെയും വിശ്വാസത്തോടെയും ബെൻഡിക് സാറിന് അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ, ആ സമയത്തൊക്കെ എനിക്ക് കിട്ടിയ സ്റ്റാഫ് അംഗങ്ങളിൽ നിന്നുള്ള പരിചരണം എനിക്ക് തോന്നുന്നില്ല മറ്റാർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ, ഒരു ഇൻമേറ്റിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന്. മറ്റാരേക്കാളും കൂടുതൽ പരിഗണന ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പരിഗണന മാത്രമല്ല, ശുശ്രൂഷ. ഒരു ഉന്മേഷമില്ലാതെ നഗരം തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അടുത്ത മാസത്തെ മീറ്റിംഗ് എത്താറായോ എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഇന്നത്തെ മീറ്റിംഗിൽ ഒരു പ്രത്യേകത നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക്, ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നവർക്കൊന്നും കിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവർ മീറ്റിംഗിന്റെ ആ ഒരു ആകാംക്ഷ എന്ത് എന്ന് അറിയാൻ, അനുഭവിച്ചറിയാൻ ഇവിടെ ആയിരിക്കുന്നവർക്കായി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഓക്കെ, നല്ലതല്ലേ? നല്ലൊരു കൈ. 1001 രൂപയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ മീറ്റിംഗ്. നമ്മളുടെ ഈ മീറ്റിങ്ങിന് നമ്മള് എല്ലാവരും ഒരേ മനസ്സോടെ സഹകരിക്കുക. നമ്മളുടെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പൊ നമ്മളുടെ കൂട്ടായ്മ, സ്നേഹസംഗമം, അതിനകത്ത് എനിക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുണ്ടാവുന്ന ഒരു മനസ്സാണ് ഇവിടെ കാണുന്നത്. നമുക്കത് സാധിക്കട്ടെ. ജഗദീശന്റെ അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾക്ക് വീട് കിട്ടുന്നത്. 1001 രൂപ റെഡിയാക്കി തന്നെ റെഡിയാക്കി തന്നു. ഇത് എടുക്കാനായിട്ട് ഒരാളെ ഞാൻ കണ്ടുവച്ചത്, അതും സർപ്രൈസ് ആണ് കേട്ടാ. അപ്പൊ എടുത്തോ, ഇവിടെ കൊണ്ടുവരും. ആരെയും കാണിക്കാതെ എന്റെ കൊണ്ടുവരും. നമ്മളിത് ആരെ കൊണ്ട് എടുപ്പിക്കണമെന്ന് പറയുന്നല്ലോ, സർപ്രൈസ്. സലീമാണ് ഈ ഇതിൽ നിന്ന് എടുക്കുന്നത്. നമ്മുടെ ഭാഗ്യശാലിയെ കണ്ടെത്താൻ പോവുകയാണ്. ഞാനാണ്. സലീമെ, നന്ദി. അതെ, 5 ആദ്യം. 5 ആദ്യം. ആരാണ് ആദ്യം കണ്ടത്? അല്ല, 5 ആദ്യം. ആദ്യം 5. എന്റെ കയ്യിലിരിക്കുന്ന നമ്പർ 5. നമ്പർ 5. ആരാണ് നമ്പർ 5? ലീലാമാൻജി. നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാരും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു കൈയടി. ആണോ? അപ്പൊ അടുത്തൊരു വിജയി അടുത്ത് വരൂ. അഭിനന്ദനങ്ങൾ. ഒന്നുമില്ല, ദയവേണ്ടി നല്ലൊരു കൈയടി. എന്തായാലും ഇതൊരു പ്രചോദനമാകട്ടെ. ഇത് ഒരു സന്തോഷം മാത്രമാണ് കേട്ടോ. ഇതിനകത്ത് വേറെ വ്യക്തിപരമായിട്ട് യാതൊരു നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. നമ്മളെല്ലാ പ്രാവശ്യവും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു
ഒരു സന്തോഷം. ഓക്കെ, എല്ലാവർക്കും നന്മകൾ ആശംസകൾ നേരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും, ഗസ്റ്റുകൾക്കും എല്ലാവർക്കും ഞാൻ ഹാർദവമായി സ്വീകരണം പറയുകയാണ്. ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയി അല്ലേ? അടുത്ത പ്രാവശ്യം സീറ്റുകൾ കൂടുതൽ വേണം, ചെയറുകൾ കൂടുതൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? ഏതായാലും ഇതൊരു പ്രചോദനമായി. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തിലായിരിക്കും. തെരഞ്ഞെടുത്ത ആളെ ഒരുപാട് സന്തോഷമായി. ആരും പ്രതീക്ഷിക്കാതെ എല്ലാരും ചിന്തിച്ച് കുഞ്ഞ് ഈ സാറിന്റെ ഇളയ മോനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒത്തിരി സന്തോഷം തോന്നി. ഇതിനോടൊപ്പം ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ എല്ലാ സന്തോഷത്തിനും സങ്കടത്തിനും ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ സ്നേഹതീരം ഇനിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നും എപ്പോഴും. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ബെനഡിക്ട് സാറിനും കുടുംബത്തിനും, മുരുകൻ സാറിനും, ജോസഫ് ഏട്ടനും, പാട്ടുപാടാൻ എത്തിയ സിനുവിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻമേൻസ് എല്ലാവരും തന്നെ വേഗം എത്തി. ചെയറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണതിന് മുമ്പ് ഓരോരുത്തരെത്തി. നമ്മുടെ ഇന്ദിരാമ്മയൊക്കെ ഉച്ചക്ക് കിടക്കാതെ തന്നെ മീറ്റിംഗ് ഉണ്ട് എന്നും പറഞ്ഞ് അത്രയും സന്തോഷമായിട്ടാണ് അവരെല്ലാവരും താഴെ എത്തിയത്. നമ്മുടെ കാർത്തികേയനും അവരെല്ലാവരും ഉച്ചക്ക് ഒന്ന് കിടക്കാൻ പോലും നിൽക്കാതെ അവരെല്ലാവരും എത്തി. എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലും സാറിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി പറയുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടുകൂടി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പിരിയാം. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടെ ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതാരും ഉണ്ടായിരിക്കെ വന്നു കഴിഞ്ഞ് മീറ്റിംഗ് കൂടി പോയിട്ട് പുറത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. യോഗനോട് അവസാനിച്ചിരുന്നു.